നമ്മുടെ ഭൂമിയിൽ കോടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളും മനുഷ്യനുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് പുറത്തുള്ള ഒരാൾ എന്തായിരിക്കും പറയുക? മനുഷ്യൻ മാത്രമാണ് ഭൂമിയുടെ ഉള്ളു തുറന്ന് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ച് കാർബൺ പുറത്തുവിട്ട് ഭൂമിയുടെ നിലവിലുള്ള അവസ്ഥകളെയെല്ലാം തകിടം മറിച്ച ആൾ മനുഷ്യനാണെന്ന് പറയും. അല്ലേ? ശരിയല്ലേ? വേറെ ഒരു ജീവജാലങ്ങളും പ്രകൃതിയെ ഇത്രയധികം ദോഷകരമായ വിധത്തിൽ അല്ലെ ബാധിക്കുന്ന രീതിയിൽ വേറൊരു ജീവിവർഗവും ഈ ഭൂമുഖത്ത് പ്രവർത്തിക്കുന്നില്ല. അവരെല്ലാം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമേ പ്രകൃതിയെ ഉപയോഗിക്കുന്നുള്ളൂ. മനുഷ്യൻ ഒരു പടിയും കൂടെ കടന്ന് ഭൂമിയെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഭൂമിയിൽ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൗരയൂഥത്തിൽ ഒട്ടനവധി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഉള്ളതായിട്ട് നമുക്കറിയാം. ക്ഷീരപഥത്തിൽ സൂര്യൻ ഉൾപ്പെടെ ഉള്ളത്. അതിൽ എന്തുകൊണ്ടാണ് ഭൂമിയിൽ മാത്രം ജീവനുണ്ടായത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഭൂമിയിൽ മാത്രം ജീവനുണ്ടായത്? വായു. പിന്നെ വായു എന്തോ ജീവജാലങ്ങൾ എന്തുകൊണ്ടാണ് ഭൂമിയിൽ മാത്രം ഉണ്ടായതെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതായത് ഭൂമിയും സൂര്യനുമായിട്ടൊരു കൃത്യമായ അകലം ഉള്ളതുകൊണ്ടാണ് ഭൂമിയിൽ ജീവനുണ്ടായത്. അതായത് നമ്മുടെ ഭൂമി സൂര്യനുമായിട്ട് കുറച്ചുകൂടി അടുത്തായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഭൂമിയിലേക്ക് ചൂട് കൂടുതൽ വന്ന് ഭൂമിയിലുള്ള വെള്ളം മുഴുവൻ ബാഷ്പീകരിച്ചു പോവുകയും നമ്മുടെ ഭൂമിയിൽ ജീവൻ സാധ്യമല്ലാത്തൊരവസ്ഥയും ഉണ്ടാവുകയായിരുന്നു. ഇല്ലേ? ഭൂമി കുറച്ചുകൂടി സൂര്യനിൽ നിന്ന് അകലെയായിരുന്നെങ്കിലോ ഭൂമിയിലുള്ള വെള്ളം മുഴുവൻ ഐസായി മാറി ജീവിതം സാധ്യമല്ലാത്ത രീതിയിലായിരുന്നു. അപ്പോൾ ഒരു കൃത്യമായ അകലം ഭൂമിയും സൂര്യനുമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ ജീവൻ സാധ്യമായതും ആ ഭൂമി ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നതും. ഇത് ഒരു ഘടകം. രണ്ടാമത് ഈ താപത്തെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു ഘടകമാണ് മാനത്ത് സാറ് പറഞ്ഞ അല്ലെ പ്രസിഡന്റ് പറഞ്ഞ ഹരിതഗൃഹ വാതകങ്ങൾ. അതായത് ഭൂമിക്ക് ചുറ്റും ഹരിതഗൃഹ വാതകങ്ങൾ ഉണ്ട്. ആ വാതകമാണ് ഭൂമിയിലെ ചൂടിനെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അതായത് ഭൂമിക്ക് ചുറ്റും കാർബണും പൊടിപടലങ്ങളും മറ്റ് പല ഘടകങ്ങൾ ചേർന്ന് ഉണ്ടായിട്ടുള്ള ഹരിതഗൃഹ വാതകങ്ങൾ, ആ വാതകങ്ങൾ ഭൂമിയെ ഒരു പുതപ്പിന് സമാനമായി സംരക്ഷിച്ച് നിർത്തുന്നത് കൊണ്ടും ഭൂമിയിൽ ചൂട് വർദ്ധിക്കാതെ നോക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നും വരുന്ന ശക്തിയേറിയ ചൂടിനെയും പ്രകാശത്തെയും ഹരിതഗൃഹവാതകങ്ങൾ ഭൂമിയിലേക്ക് ഡയറക്റ്റായിട്ട് കടത്തിവിടുകയും ഈ വന്നു പതിക്കുന്ന ചൂടിനെ തിരിച്ച് മുഴുവൻ ഭൂമിക്ക് പുറത്തോട്ട് പോവാതെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന ഒരു ജോലിയാണ് ഹരിതഗൃഹവാതകങ്ങൾ ചെയ്യുന്നത്. അതായത് ഒരു കുട പോലെ പ്രവർത്തിക്കുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെയും പ്രകാശത്തെയും ഭൂമിയിലേക്ക് നേരിട്ട് കടത്തിവിടുകയും അത് ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തി ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ചൂടിനെ ഒരേ രീതിയിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഹരിതഗൃഹവാതകങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യൻ ഭൂമിയിലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുകയും
ഉപയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടായ, അതായത് ഭൂസിലിന്ധനങ്ങൾ എന്ന് വെച്ചാൽ ഗ്യാസ്, മറ്റ് ഇതുപോലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മറ്റ് പലതിൽ വഴിയും ഉണ്ടാകുന്ന കാർബൺ നമ്മുടെ ഈ പാളിയിലേക്ക് തിരിച്ചു ചെല്ലുകയും ആ പാളിയിൽ ഇത് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഈ പുതപ്പിനെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാതെ, അതായത് ഇങ്ങോട്ട് വരുന്ന ചൂടിൽ ഒരു പരിധി വരെ നമ്മുടെ ഹരിതഗൃഹവാതകങ്ങൾ നേരത്തെ പുറത്തേക്ക് വിടുന്നുണ്ടായി. ആ പുറത്തേക്ക് പോകുന്നതിനെ തടഞ്ഞു നിർത്തി, അതായത് കാർബൺ ചെന്ന് കൂടുതൽ പാളിയായിട്ട് ഓരോ വർഷവും വരുന്ന കാർബണുകളെ അവിടെ ചേർത്ത് നിർത്തിയിട്ട് അതിനെ ഒരു കട്ടിയായിട്ട് നിലനിർത്തുന്ന ഒരവസ്ഥ വന്നതുകൊണ്ടാണ് ഭൂമിയിൽ ചൂട് കൂടുന്നത്. കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ല തണുപ്പുള്ള സമയത്ത് പുതപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു പുതപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവും. ഇതേ തണുപ്പുള്ള അവസ്ഥയിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ പുതപ്പുകൾ, 2 3 പുതപ്പുകൾ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഹരിതഗൃഹവാതകങ്ങളുടെ കട്ടി കൂടുന്നത് കൊണ്ട് 2 3 പുതപ്പിൻ്റെ എഫക്റ്റാണ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്നത്. അതുമൂലം ഭൂമിയിൽ ചൂട് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ ചൂട് കൂടുന്നതുകൊണ്ട് ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രധാനമായിട്ടും സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ കടലിൻ്റെ എല്ലാം ഉയരം വർദ്ധിക്കുന്നു. എങ്ങനെയാണ് കടലിൻ്റെ ഉയരം വർദ്ധിക്കുന്നത്? നമ്മുടെ കടലിലേക്ക് ചൂട് കൂടുതൽ അടിക്കുമ്പോൾ കടലിലുള്ള വെള്ളം ചൂടാവുകയും ആ ചൂടാവുന്നതിൻ്റെ ഫലമായിട്ട് ജലനിരപ്പ് ഉയരും. അത് നിങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയാം. എന്താണ്? നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം സോസ്പാനിൽ വെച്ച് ചൂടാക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ച വെള്ളത്തിനേക്കാളും കൂടുതൽ ഉയരത്തിലായിരിക്കും വെള്ളം ചൂടാകുമ്പോൾ ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ വെള്ളത്തിൻ്റെ വ്യാപ്തം വർദ്ധിക്കുകയും വെള്ളത്തിൻ്റെ ലെവൽ ഉയരുകയും ചെയ്യുന്നില്ല, ഇല്ലേ? അപ്പം അതിൻ്റെ ഫലമായി നമ്മുടെ സമുദ്രത്തിൻ്റെ നിരപ്പ് ഉയരുന്നു. രണ്ടാമത്, ഈ ചൂട് അന്തരീക്ഷത്തിൽ മുഴുവൻ ചൂട് കൂടുന്നതുകൊണ്ട് നമ്മുടെ ധ്രുവപ്രദേശങ്ങളിലും ഹിമാലയം പോലെയുള്ള മലനിരകളിലുമുള്ള മഞ്ഞ് ഉരുകി നമ്മുടെ കടലിലേക്ക് വരികയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കടലിൻ്റെ ജലനിരപ്പ് ഉയരുന്നു. ഈ ജലനിരപ്പ് ഉയരുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഭൂമിയിലുള്ള പല ദ്വീപുകളും ഇപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? പസഫിക് സമുദ്രത്തിലുണ്ടായിരുന്ന പല ദ്വീപുകളും, മനുഷ്യവാസം ഇല്ലാതിരുന്ന പല ദ്വീപുകളും ഇന്നില്ല, അപ്രത്യക്ഷമായി. ഇപ്പോൾ മനുഷ്യവാസമുള്ള ദ്വീപുകളും അപ്രത്യക്ഷമാകുന്ന സംവിധാനത്തിലേക്ക് വരികയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള മാലിദ്വീപ് പോലെയുള്ള ദ്വീപ് സമൂഹങ്ങൾ മുങ്ങുവാൻ പോവുകയാണ്. അപ്പം മാലിദ്വീപിലുള്ളവരിന്ന് അവിടെയുള്ള ജനങ്ങൾ അവർ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ സ്ഥലം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കയിൽ, ആസ്ട്രേലിയയിൽ പോലെയുള്ള രാജ്യങ്ങളിൽ മാലിദ്വീപിലുള്ള ഒരു സ്ഥലം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് നിമിഷവും മാലിദ്വീപ് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. മാലിദ്വീപ് ശരിക്കും, ആ ദ്വീപിന് ശരിക്കും 4 മീറ്റർ മാത്രമേ സമുദ്രനിരപ്പിൽ നിന്നും ഉയരമുള്ളൂ. 4 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ആൾ പൊക്കം. അപ്പോൾ 2 ആൾ പൊക്കത്തിലുള്ള ഒരു തിര വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാലിദ്വീപ് ശരിക്കും ലോകത്തൊന്നും അപ്രത്യക്ഷമാവും, അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതേ അവസ്ഥ തന്നെ ലോകത്തിലെ പല സ്ഥലങ്ങളിലും സംഭവിക്കാൻ പോവുകയാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കടലിനോട് ചേർന്ന ഭാഗങ്ങളിലാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട പട്ടണങ്ങളായ കൊച്ചി, ബോംബെ, കൽക്കട്ട, മദ്രാസ് ഒക്കെ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ഈ പ്രതിഭാസത്തിലേക്ക് വരും. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ കൊച്ചി ഇല്ലാതെ ആവുന്ന അവസ്ഥ വരാം, മദ്രാസ് ഇല്ലാതെ ആവുന്ന അവസ്ഥ വരാം, ബോംബെ മുങ്ങുന്ന അവസ്ഥ വരാം, കൽക്കട്ട മുങ്ങുന്ന അവസ്ഥ വരാം. ഈ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇതിൻ്റെ ഫലം ഏറ്റവും ആദ്യം അനുഭവപ്പെടുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? ഇന്ത്യയിൽ ഏറ്റവും ആദ്യം മുങ്ങാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് പറയാമോ? അത് കേരളത്തിലാണ്. മറ്റെങ്ങുമല്ല, നമ്മുടെ കോട്ടയം ജില്ലയുടെ കുറേ ഭാഗങ്ങളും കൂടി ഉൾപ്പെടുന്ന എവിടെ? കുട്ടനാടാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇല്ലാതാകാൻ പോകുന്ന സ്ഥലം.
ഇപ്പോൾ തന്നെ കുട്ടനാട് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന സ്ഥലമാണ്. കുട്ടനാട്ടിലെ മണ്ണ് വെള്ളം ലിഫ്റ്റ് ചെയ്ത് മാറ്റിയാണ് അവിടെ ഇപ്പോൾ നെൽകൃഷി നടത്തുന്നത്. കേരളത്തിലെ ആദ്യത്തെ നെല്ലറയായ കുട്ടനാട്ടിലെ വെള്ളം ലിഫ്റ്റ് ചെയ്ത് മാറ്റിയാണ് അവർ കൃഷി നടത്തുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീടിന് അടുത്തുവരെ നീണ്ടൂര് അല്ലേ, അടുത്തുവരെയുള്ള ഭാഗങ്ങൾ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു പക്ഷേ ഈ രീതിയിൽ ചൂട് കൂടുകയാണെങ്കിൽ മുങ്ങിപ്പോവാൻ സാധ്യതയാണ്. തമാശല്ല. അയ്മനം, പുലിക്കുട്ടിശ്ശേരി, തിരുവാർപ്പ് ഒക്കെ ഈ കുട്ടനാടിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അതിനടുത്ത സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞ സെക്രട്ടറിയുടെ വീട് ഇരിക്കുന്ന സ്ഥലം. നമ്മളിത് തമാശയായിട്ട് കാണാൻ പാടില്ല, നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ലോകത്തിലെ പല സ്ഥലങ്ങളും അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ഈ രീതിയിൽ നമ്മൾ കാർബൺ പുറത്തു വീഴുകയും നമ്മുടെ ഭൂമിക്ക് ചൂട് കൂടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും. ഒപ്പം ഈ ചൂട് ഇപ്പോൾ ശരാശരി ലോകത്തിൽ ചൂട് കൂടിയിരിക്കുന്ന 1 ഡിഗ്രിയാണ് ശരാശരി. നമുക്ക് കഴിഞ്ഞ വേനൽക്ക് നമുക്കറിയാം, നമ്മൾ 40 ഡിഗ്രി ചൂട് വരെ എത്തി കേരളത്തിൽ അല്ലേ. 1 ഡിഗ്രിയല്ല, അതിലും കൂടുതൽ ചൂട് നമ്മൾ അനുഭവപ്പെടും. 1 ഡിഗ്രി ചൂട് കൂടിയാൽ സംഭവിക്കുന്ന വേറൊരു കാര്യം എന്താണ്? നമ്മൾ ഭീമമായ വരൾച്ചയിലേക്ക് പോകും, നമ്മൾ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. നമ്മുടെ നദികളൊന്നും ഉത്ഭവിക്കുന്നത് നമ്മുടെ ടൗണുകളിലല്ല. നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഫോറസ്റ്റിൽ നിന്നാണ്, അല്ലെ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നാണ്. പല സ്ഥലങ്ങളിൽ നിന്നും കുറേശ്ശെ ചെറിയ ചെറിയ അരുവികളായിട്ട് വലിയ തോടുകളായി നദികളായി രൂപാന്തരം സംഭവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സ്ഥലത്ത് എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നദികൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ വീഴുന്ന വെള്ളത്തിൽ നിന്നും തുള്ളികളായിട്ടാണ് പുറത്തു വരുന്നത്. ആ തുള്ളികളായിട്ട് പുറത്തു വന്ന പല തുള്ളികളാണ് പെരുവെള്ളമായിട്ട് അല്ലെ വലിയ നദികളായിട്ടാണ്. ഇതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത്, അതായത് ഓരോ തുള്ളി ജലവും ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്ഥലത്ത് ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 1 ഡിഗ്രി ചൂട് കൂടിയാൽ എന്ത് സംഭവിക്കും? ആ പുറത്തേക്ക് വരുന്ന വെള്ളം ഒഴുകാതെ എന്ത് സംഭവിക്കും? ആവിയായി അന്തരീക്ഷത്തിലേക്ക് പോകും. അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നദികളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ആവശ്യത്തിന് ജലമില്ലാത്തൊരവസ്ഥ വരും അല്ലേ. അങ്ങനെ ഉള്ള അവസ്ഥയിലേക്ക് കൂടി നമ്മൾ പോകാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ സ്ഥലത്ത് ഇതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന വേറൊരു കാര്യം എന്താണ്? നമ്മുടെ സ്ഥലത്ത് എന്ത് സംഭവിക്കും? ഇങ്ങനെ വെള്ളമില്ലാത്ത അവസ്ഥ വരുമ്പോഴും താമസിക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കൊണ്ട് മൂടിപ്പോകുന്ന അവസ്ഥയിലും ഒക്കെ സംഭവിക്കാൻ പോകുന്ന അടുത്ത കാര്യം എന്താണ്? ഈ സ്ഥലത്തുള്ള ജീവജാലങ്ങളെല്ലാം മാറി താമസിക്കാൻ തുടങ്ങും അല്ലേ. അതായത് നമ്മുടെ സെക്രട്ടറിയെ പോലെയുള്ളവർ എങ്ങോട്ട് മാറും? വെളിയന്നൂർ പോലെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കും. സെക്രട്ടറി മാത്രമല്ല, അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും മാറി താമസിക്കും. ഒരേ സമയത്തായിരിക്കില്ല, പല സമയത്തായിട്ട് മാറി താമസിക്കാൻ ശ്രമിക്കും അല്ലേ. അതായത് നമ്മുടെ പറ്റിയ അന്തരീക്ഷമുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും മാറുന്ന ജീവജാലങ്ങൾ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എക്കോസിസ്റ്റം. നമ്മളെ ഉദാഹരണമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരുന്നത് എന്താണ്? കുളമാണ് അല്ലേ. ഒരു കുളം, അതിൽ വെള്ളം, അതിൽ തവള, മീന്, മറ്റ് സസ്യങ്ങൾ, ജീവജാലങ്ങൾ, അതിനെ ആഹരിക്കുന്ന മറ്റ് ജീവികൾ, ഇത്തരമുള്ള ഒരവസ്ഥ രൂപപ്പെട്ട് അവരെല്ലാം പരസ്പരം സഹകരിച്ചൊരു സൈക്കിളായിട്ട് ജീവിക്കുന്നതായിട്ടാണ് നമ്മളെ എക്കോസിസ്റ്റത്തെക്കുറിച്ച് നമ്മൾക്ക് ചെറിയ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ ആ പ്രകൃതിയിൽ മൊത്തം നടന്നുകൊണ്ടിരുന്ന ആ സൈക്കിളിൽ വ്യത്യാസം വരികയും അവിടെ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഈ നടക്കുന്ന മാറ്റങ്ങളുടെ ഫലമായിട്ട് ജീവികൾ മാറി താമസിക്കുമ്പോഴും ഉണ്ടാകുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഈ താഴ്ന്ന പ്രദേശത്ത് ചൂട് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉയർന്ന പ്രദേശങ്ങളിലേക്ക് താമസം മാറ്റും, അല്ലേ? അപ്പോൾ അവിടെയുള്ള ജീവികളോ, ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്ന ജീവികൾക്ക് അവിടെയും ചൂട് കൂടുവാണ്. അവർക്ക് ജീവിക്കാൻ പറ്റാതെ വന്ന് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാലാവസ്ഥയുള്ളൊരു സ്ഥലമില്ലാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? നശിച്ചു പോകുന്നുണ്ടാവും, അല്ലേ? അങ്ങനെ ഭൂമിയിലെ ഒട്ടനവധി ജീവജാലങ്ങൾ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ നമ്മുടെ ലോകത്തിലെ പല സ്ഥലങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഉള്ള ഈ ജീവജാലങ്ങൾ മാറി താമസിക്കുന്നു, അതുവഴി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ ഒത്തിരി വ്യത്യാസം വരും. പിന്നെ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നം, ഇപ്പോൾ നമുക്ക് അനുഭവവേദ്യമായിരിക്കുന്ന പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രശ്നം എന്താണ്? പ്രവചനാതീതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും. നിങ്ങൾ ഈ അടുത്ത ഒരു 4-5 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ പത്രത്തിലും മാധ്യമങ്ങളിലും ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അമേരിക്കയിൽ വലിയ കൊടുങ്കാറ്റുണ്ടായി, അമേരിക്കയുടെ പല സ്ഥലത്തും കാട്ടുതീയുണ്ടായി, കാനഡയിൽ കാട്ടുതീയുണ്ടായി, കാടുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ആമസോൺ കാടുകളിൽ തീപിടിച്ച് വളരെയധികം ആൾക്കാർ നശിച്ചു, വളരെ കാടുകൾ നശിച്ചു, ജീവജാലങ്ങൾ നശിച്ചു. മാസങ്ങളെടുത്തു ആ തീയൊക്കെ അണയ്ക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ആസ്ട്രേലിയയിൽ വൻപിച്ച തീപിടുത്തമുണ്ടായി, ഒട്ടനവധി ആൾക്കാർ മരിച്ചു, മൃഗങ്ങൾ മരിച്ചു. ഈ ഒട്ടനവധി പ്രദേശങ്ങൾ, വനം മുഴുവൻ കത്തി നശിച്ചതിനെക്കുറിച്ച് നമ്മൾ ഈ അടുത്ത കാലത്ത് വായിച്ചു, അല്ലേ? അതുപോലെ തന്നെ ഇതേ അവസ്ഥയുണ്ടാകുന്ന സ്ഥലത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 നമ്മുടെ കേരളത്തിൽ ഭയങ്കരമായ ചൂടനുഭവപ്പെട്ടു. ആ കേരളത്തിൽ തന്നെ ഇപ്പോൾ 2024 എന്താണ് സംഭവിക്കുന്നത്? പ്രവചനാതീതമായ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? വലിയ രീതിയിലുള്ള മഴയുണ്ടാവുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഭൂമിയിലെ പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ കറക്റ്റ് ജൂൺ 1-ാം തീയതി മഴ പെയ്യുമായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ, അല്ലേ? ജൂൺ 1-ാം തീയതി മഴ പെയ്യും. അത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേ രീതിയിൽ മഴയുണ്ടാകും. അന്നത്തെ മേഘങ്ങൾ പരന്ന രീതിയിലുള്ള മേഘങ്ങളായിരുന്നു. എല്ലാ സ്ഥലത്തും മേഘങ്ങൾ ഒരുപോലെ രൂപപ്പെട്ടായിരുന്നു ഇവിടെ മഴ പെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കേരളത്തിൽ ആ രീതിയിലാണ് നടക്കുന്നത്. ഇന്നത്തെ മഴ എങ്ങനെയാണ് കേരളത്തിൽ നടക്കുന്നത്? ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്ന വെളിയന്നൂർ പഞ്ചായത്തിൻ്റെ ഇവിടെ മഴ പെയ്താൽ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉഴവൂർ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയുണ്ടാവില്ല, അല്ലെ മംഗലത്ത് താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ മഴ ഉണ്ടാവണമെന്നില്ല, അല്ലേ? ശരിയല്ലേ? ഉഴവൂർ ഈ വെളിയന്നൂർ ഭയങ്കരമായ മഴയായിരിക്കും. പറയാവോ? ഇപ്പോൾ വെളിയന്നൂർ ഭയങ്കര മഴയായിരിക്കും, ഉഴവൂർ മഴയുണ്ടാവില്ല, മംഗലത്ത് താഴത്തും മഴയുണ്ടാവും. അങ്ങനെ നമ്മുടെ ചെറിയ സ്ഥലത്ത് വരെ വലിയ രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? മേഘങ്ങളിൽ വന്ന മാറ്റമാണ്. പണ്ട് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ മേഘങ്ങളൊക്കെ പരന്ന രീതിയിലുള്ള മേഘങ്ങളായി. ഒരു പ്രദേശം മുഴുവൻ അല്ലെ കേരളം മുഴുവൻ ഒരേ രീതിയിലുള്ള മേഘങ്ങളായിരുന്നു, ഒരേ രീതിയിൽ മഴ പെയ്തുകൊണ്ട്. ഇപ്പോൾ രൂപപ്പെടുന്ന മേഘങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ? ലംബമേഘങ്ങളാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. അതായത് സമുദ്രത്തിൽ ചൂട് കൂടുന്നു, ഭൂമിയുടെ പല സ്ഥലത്തും ചൂട് കൂടുന്നു. ഇങ്ങനെ ചൂട് കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഒരു പ്രദേശത്ത് നിന്നും പെട്ടെന്ന് വായു നീങ്ങിപ്പോവുകയും അതേ സ്ഥലത്തേക്ക് എന്ത് സംഭവിക്കും? കടലിലെ ചൂട് വർദ്ധിക്കുന്ന സ്ഥലത്ത് ബാഷ്പമുണ്ടായി, ആ ബാഷ്പം ഈ സ്ഥലത്ത് വന്ന് നിൽക്കുകയും ചെയ്യും, ഈ വായു മാറിപ്പോകുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് മേഘങ്ങൾ ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഇപ്പോഴുള്ള മേഘങ്ങൾ 10 മുതൽ 14 കിലോമീറ്റർ വരെ ലംബമായിട്ട്, പരന്നല്ല ലംബമായിട്ടാണ് മേഘങ്ങൾ ഉണ്ടായത്. അപ്പോൾ ആ മേഘങ്ങൾ തണുത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിലുള്ള വെള്ളമായിരിക്കും ഒരു നിശ്ചിത സ്ഥലത്ത് വരുന്നത്, അല്ലേ? അപ്പോൾ ലംബമേഘങ്ങൾ
പെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം എന്ത് സംഭവിക്കുന്നത്? ഉരുൾപൊട്ടൽ പോലെയുള്ള മഹാപ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നു. 2018 നമ്മൾ കേരളത്തിൽ പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടു. പ്രളയമുണ്ടായി, മഴ പെയ്തു മാറി കഴിഞ്ഞിട്ട് 2-3 മാസം വരെ നമ്മുടെ പുഴകളിലെല്ലാം മഞ്ഞ നിറത്തിൽ, ചുവപ്പ് നിറത്തിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു കാരണം? നമ്മുടെ കാടുകളിലൊക്കെ എന്ത് സംഭവിച്ചു? ഈ ലംബമേഘങ്ങളിൽ നിന്നും വളരെ ശക്തമായ മഴ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പെയ്തതിൻ്റെ ഫലമായി ഭൂമിക്കത് താങ്ങാൻ പറ്റാതെ പോയി. ആ പ്രദേശങ്ങൾക്ക് താങ്ങാൻ പറ്റാതെ വന്നതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മണ്ണ് ഇളകുകയും ആ മണ്ണ് നമ്മുടെ പുഴകളിലൂടെ ഒഴുകി വരികയും ചെയ്തതാണ്. അതാണ് മഴ കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളമൊഴുകി പോയപ്പോൾ വെള്ളത്തിൻ്റെ നിറവ്യത്യാസം ഉണ്ടായത്, ചുവപ്പ് നിറത്തിലിരുന്നു. അതായത് അവിടെയുള്ള മേൽമണ്ണ് മുഴുവൻ, നമ്മുടെ കാടുകളിൽ ഉണ്ടായിരുന്ന മേൽമണ്ണ് മുഴുവൻ ഒഴുകിപ്പോയി അവിടെയുള്ള ആവാസ വ്യവസ്ഥ ആകെ തകിടപ്പെട്ടു. അങ്ങനെ മണ്ണൊഴുകി പോയതുകൊണ്ട് ആ മണ്ണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്തും കൂടെ പോയി? വിത്തുകളും പോയി. ചെടികളുടെ വിത്തുകൾ, കിഴങ്ങുകളെല്ലാം ഇതിനൊപ്പം ഒഴുകിപ്പോയി. ഒപ്പം പാമ്പുകളും എലികളും ഒക്കെ ഒഴുകിയെന്ന് നമ്മൾ കണ്ടിരുന്നു, അല്ലേ? അപ്പോൾ ഈ വിത്തുകൾ പോയതുകൊണ്ട് എന്ത് സംഭവിച്ചു? കാടുകളുടെ പുനരുജ്ജീവനം എന്നും പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് കാടുകളിൽ എല്ലാ വർഷവും എന്ത് സംഭവിക്കുന്നുണ്ടാവും? കുറേ മരങ്ങൾ ഉണങ്ങിപ്പോകുന്നുണ്ടാവും, നശിച്ചു പോകുന്നുണ്ടാവും. പകരം അതിലും കൂടുതൽ അവിടെയുള്ള വിത്തുകളും കിഴങ്ങുകളും മുളച്ച് അതിൽ കൂടുതൽ ചെടികൾ അവിടെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ കാടുകളെന്നും പുനരുജ്ജീവിച്ചുകൊണ്ടിരുന്നു. ആ അവസ്ഥ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. കാരണം അവിടെ മണ്ണില്ല, ആ മണ്ണിലുണ്ടായിരുന്ന വിത്തുകൾ ഒഴുകിപ്പോന്നു. ആ വിത്തുകൾ ഒഴുകിപ്പോകുന്നതുകൊണ്ട് പുതിയ ചെടികൾ മുളച്ചു വന്നില്ല. കിഴങ്ങുകൾ ഒഴുകിപ്പോന്നു, അതുകൊണ്ട് പുതിയ കിഴങ്ങുകൾ അവിടെ ഉണ്ടായി. അപ്പോൾ കാടിൽ എന്ത് സംഭവിച്ചു? കാടിൻ്റെ അടിക്കാടുകൾ, നമ്മുടെ കാടിൻ്റെ അടിക്കാടുകൾ നഷ്ടപ്പെട്ടു. അടിക്കാടുകൾ ഇല്ലാതെ വന്നു, പുല്ലില്ലാതെ വന്നു, കുറ്റിച്ചെടികളില്ലാതെ വന്നു. അപ്പോൾ ഇത് ആഹരിച്ച് കഴിഞ്ഞിരുന്ന മാനും ആനയും കുരങ്ങും എല്ലാം എന്ത് ചെയ്തു? അവിടെ ഭക്ഷണമില്ലാത്തത് കൊണ്ട് നേരെ നാട്ടിലേക്ക് ഇറങ്ങി. അതിൻ്റെ ദുരിതവും ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളീയർ, ഇല്ലേ? ശരിയല്ലേ? വന്യമൃഗങ്ങളെല്ലാം കാട്ടിൽ നിന്നും ഭക്ഷണം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയും ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഈ അവസ്ഥ കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനിക്കുന്നതുമായിട്ട് നമ്മളെക്കാളും ഈ കാലാവസ്ഥ ദുരന്തങ്ങൾ കൂടുതൽ അനുഭവപ്പെട്ട രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇതിനുള്ള പോംവഴി എന്താണെന്ന് ഇതിനെക്കുറിച്ച് നമ്മുടെ ലോക നേതാക്കളും ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാരും പല പ്രാവശ്യം ചർച്ചകൾ നടത്തുകയും പല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തെങ്കിലും ഇതിന് മുൻപിൽ നിന്ന് നയിക്കേണ്ട പല രാജ്യങ്ങളും, അതായത് അമേരിക്ക പോലെയുള്ള, അറേബ്യൻ രാജ്യങ്ങൾ പോലെയുള്ള, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ തീരുമാനങ്ങൾ പറയുകയും അവർ തീരുമാനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്ത് അല്ലെങ്കിൽ നടപ്പാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ കാർബൺ എമിഷൻ, അതായത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം ലോകത്ത് കൂടും. കാരണം അറബി രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയയൊക്കെ അവർ ജീവിക്കുന്നത് ഈ ഇന്ധനം വിറ്റ് ആണ് അവർ കൂടുതൽ കാശുണ്ടാക്കി ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ സുഖലോലുപതയിൽ കുറവ് വരാൻ അവർ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ട് അവർ ഇന്ധനങ്ങൾ വീണ്ടും എടുക്കുകയും മറ്റ് രാജ്യങ്ങൾ കൊടുക്കുകയും അത് ഭൂമിയിൽ കത്തിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ബദലായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് പോകാൻ ആ രാജ്യങ്ങൾ തയ്യാറാകാതിരുന്നു. അപ്പോൾ അവിടെയെല്ലാം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അവർക്ക് താങ്ങാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോൾ വീണ്ടും ഗ്ലാസ്ഗോയിലും ബ്രിട്ടനിലും ഒക്കെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ലോക നേതാക്കന്മാർ കൂടിയാലോചനകൾ നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് അടുത്ത നാളിൽ ബ്രിട്ടനിൽ വെച്ച് നടന്ന ലോക നേതാക്കന്മാരുടെ മീറ്റിങ്ങിൽ നമ്മുടെ ഇന്ത്യ 2070 കാർബൺ ന്യൂട്രൽ ആയി മാറുമെന്ന് നമ്മുടെ പ്രസിഡൻറ്റ് ആമുഖമായിട്ട് നമ്മളോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചെല്ലാം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സൂക്ഷ്മമായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തതിൻ്റെ ഫലമായി 2070 വരെ കാക്കുന്നില്ല, ലോകത്തിനും ഇന്ത്യക്കും മാതൃകയായിട്ട് കേരളം 2050 കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായി മാറുമെന്ന് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകൾ, ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്ത് ആദ്യം കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച 5 പഞ്ചായത്തുകൾ, അതിലൊന്നാണ് വെളിയന്നൂർ പഞ്ചായത്തിനെ കാർബൺ ന്യൂട്രൽ
ആകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളിയായിട്ട് വെളിയന്നൂരിനെ തിരഞ്ഞെടുക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് നമ്മുടെ ആദ്യപടിയായിട്ട് നമ്മുടെ അംഗൻവാടികളിൽ സൗരോർജ്ജം ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ അംഗൻവാടിയിലെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഉപാധികൾ പഞ്ചായത്ത് കൊടുത്തിരുന്നു, വീടുകളിൽ കൊടുത്തിരുന്നു. നമ്മുടെ അംഗൻവാടികളിലെല്ലാം അത്തരം പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നില്ലേ? മാലിന്യ സംസ്കരണത്തിന് കിട്ടിയ ബിന്നുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ആരെങ്കിലും അത് ഉപയോഗിക്കാതിരിക്കുകയോ നല്ല രീതിയിൽ പരിപാലിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ തന്നെ മാറ്റി സ്വയം നിങ്ങൾ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുപോകണം. അതിനെന്തെങ്കിലും സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. ഞങ്ങൾ വേണ്ട സഹായം നിങ്ങൾ